ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് സാർ ഇതേപോലെ ഒരു ഫംഗ്ഷൻ വയ്ക്കാത്തതുകൊണ്ട് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഒന്നും ഡെവലപ്പ് ആയില്ല. എന്നെ കോടതിയിൽ മാത്രം വിട്ടു. അതുകൊണ്ട് പ്രോബ്ലി അഡ്വക്കസി കുറച്ചെങ്കിലും പഠിച്ചു. ആ ഒരു നല്ല കാര്യം ഉണ്ടായി. സാറിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എസ് ശ്രീകുമാർ സാറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞൊരു 5 years കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പോയിരുന്നത്. പറഞ്ഞ പോലെ എസ് ശ്രീകുമാർ സാറിൻ്റെ അടുത്തുള്ള വോള്യൂം കാരണം പ്രോബ്ലി കുറേ അധികം നിയമവും കോടതിയും കുറേ അറിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പം മിക്കവാറും ഒക്കെ കേസുകൾ വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയും ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്ലയൻറ്റ് നിൽക്കുക. അത് കഴിഞ്ഞ് ക്ലയൻറ്റ് സാറിനെ കാണാൻ ചെല്ലും. സാറ് നല്ലൊരു ചിരിയോടെ ആയിരിക്കും ക്ലയൻറ്റ് പുറത്ത് വരുന്നത്. ക്ലയൻറ്റ് ഈസ് ഹാപ്പി, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സാർ ഒരു അനീഷ ഇരുന്ന് ഡ്രാഫ്റ്റ് ചെയ്യും. ഞാനിങ്ങനെ അന്തമിട്ട് നോക്കും, കർത്താവ് ഇതിൽ ഞാൻ എന്താ ചെയ്യുക. 2 ദിവസം എൻ്റെ കയ്യിലിരിക്കും. അത് കഴിയുമ്പോൾ സാറ് പറയും നീ കൊണ്ടുപോകാം, നമുക്ക് ചെയ്യാം. സാർ ഒരു ഡിക്റ്റേഷൻ തരും. അപ്പോഴും ഞാൻ ആലോചിക്കും ഇതും കൊണ്ട് കോടതി ചെന്നാൽ എങ്ങനെയാണ്. സ്റ്റിൽ സാറ് പറഞ്ഞു നമ്മൾ ചെയ്യും. കോടതിയിലെത്തും. അപ്പോഴും പേടിയാണ്, ഞാൻ പോണോ, ഞാൻ വരാടാ. സാറ് ചെല്ലും, എഴുന്നേറ്റ് നിൽക്കും, ഇൻ്റർവ്യൂ ഓർഡറുമായിട്ട് വരും. 4 കൊല്ലവും ഞാൻ സാറിൻ്റെ അടുത്ത് പഠിച്ചൊരു കാര്യം ഇതാണ്. അബ്സല്യൂട്ട്ലി ഹോപ്പ്ലെസ് കേസ് ആണെങ്കിലും സാറിൻ്റെ ഒരു രീതിയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സാർ അതിൽ നിന്ന് കണ്ടുപിടിക്കും. നോർമൽ ഉള്ളൊരു ആറ്റിറ്റ്യൂഡല്ല. ക്ലയൻ്റ് അടുത്ത് ഒരിക്കലും നോ പറഞ്ഞ് വിടാറില്ല. ഒരു പോംവഴി കണ്ട് ഒരു ഓർഡറും മേടിച്ച് കൊടുത്തിട്ടേ സാറ് വിടുള്ളൂ. ആ ഒരു കാര്യം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ 5 years കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ പോലും ദാറ്റ് ഹാസ് ബീൻ മൈ ബിഗസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻ ദി പ്രൊഫഷൻ. ഇൻഡിപെൻഡൻ്റ് ആയ കാലം തൊട്ടും ഒരു ക്ലയൻറ്റ് വരുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നത് നോ പറയുന്നതിന് മുമ്പ് ഇത് സാർ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക എന്നാലോചിച്ചിട്ടാണ് മുമ്പോട്ട് പോകാറ്. അത് ഈ പറഞ്ഞാൽ അത് നോട്ട് ജസ്റ്റ് ഇൻ ഹിസ് പ്രൊഫഷണൽ ലൈഫ്, ഈവൻ ഇൻ ഹിസ് പേഴ്സണൽ ലൈഫ് ഐ ഫീൽ ഈസ് ക്വൈറ്റ് എ യുണീക്ക് സ്പെസിഫിക്. 60 years ആയാലും ഐ തിങ്ക് ഈസ് യങ് അറ്റ് ഹാർട്ട്, മച്ച് യങ്ങർ ദാൻ എനിവൺ ഓവർ ഹിയർ. കാരണം നമ്മൾ പലപ്പോഴും പലതും ആയിക്കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും നമ്മൾ പൊതുവേ എല്ലാവരും ചെയ്യുക. സാർ അങ്ങനെയല്ല. സാറിനൊരു ഐഡിൽ മൂവ്മെൻ്റ് ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞിട്ടാണെങ്കിലും ഇനി ഞാൻ അടുത്ത എന്തായിരിക്കും ന്യൂ തിങ് ചെയ്യുക എന്നുള്ളതാണ് സാറിൻ്റെ മനസ്സിൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് എ യുണീക്ക് സ്പെസിമെൻ, ക്വൈറ്റ് എ ജെന്റിൽമാൻ. താങ്ക് യു. ക്വൈറ്റ് ഹാപ്പി ടു ഹാവ് ബീൻ ഹിസ് ജൂനിയർ.